വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വി ഡി സതീശനെയാണോ കെ സി വേണുഗോപാലെയാണോ രമേശ് ചെന്നിത്തലയാണോ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് നിങ്ങൾ ആദ്യം തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. എന്നെ വീഡിയോയിലിട്ട് കിടക്കാം. ഇവിടെ നിലവിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ 46ഓളം MLA ഇപ്പോൾ ഉണ്ട് എന്നാ പറയുന്നത്. അതൊന്നും കൂടാതെ കണ്ണൂരിലൊക്കെ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ തല്ല് നടക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തല്ലുകൂടുന്നതെന്ന് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി നിന്ന വി ഡി സതീശന്റെ പവർ കൊണ്ട് തന്നെയാണ് ഇക്കുറി UDF അധികാരത്തിലേറുന്നത്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അദ്ദേഹം പറഞ്ഞ ഓരോ പ്രസ്താവനകളും ജനങ്ങൾ നെഞ്ചിലേറ്റിയത് കൊണ്ടും പിണറായി വിജയന്റെ ആ ഒരു ധാർഷ്ട്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ടുകൾ ചെയ്തിട്ട് UDFനെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തല വല്ലാണ്ടൊന്നും സംസാരിക്കുന്നത് കാണാനില്ല. അതായത് അദ്ദേഹം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു. കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജി സുധാകരനൊക്കെ പുറത്തേക്ക് വരുന്നു, ഫ്ലെക്സുകൾ പൊന്തുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ പ്രവർത്തകർ തല്ലുകൂടാൻ വരുന്നു. എന്താണിത്? ഇനിയിപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തന്നെ ഇപ്പൊ നിലവിൽ ആലപ്പുഴയുടെ MP ആണല്ലോ ഈ പറയുന്ന കെ സി വേണുഗോപാല്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നേരിട്ടാവാൻ കഴിയില്ല. അദ്ദേഹം എവിടെ നിന്നെങ്കിലും ജയിച്ച് MLA ആയി വരേണ്ടതായിട്ട്, നിയമസഭയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നേരിട്ട് മുഖ്യമന്ത്രിയൊക്കെ ആക്കാം, പക്ഷെ 6 മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും നിന്ന് ജയിക്കണം അല്ലെ? ഇവിടെ എന്താ സംഭവിക്കുക? കെ സി വേണുഗോപാലിനെ 46ഓളം MLA സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളെ കൂടി ചാക്കിലിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചോ? 6 മാസത്തിനുള്ളിൽ അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് മത്സരിക്കേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ ആലപ്പുഴയിൽ തന്നെ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ KSന്റെ ഒരു യുവ നേതാവുണ്ട്. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് അവിടെ ജയിച്ചു വന്നതാണ്. അദ്ദേഹത്തിന് രാജിവെപ്പിച്ചിട്ട് കെ സി വേണുഗോപാൽ അവിടെ നിന്ന് മത്സരിക്കുകയാണെന്ന് കൂട്ടുക. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ LDF ഉണ്ട്, ND അതായത് BJP ഉണ്ട്. ഈ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അവരെല്ലാവരും കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കുക. എത്രമാത്രം വലിയ നാണക്കേടായിരിക്കും അത് അല്ലെ? ഹാഷ്മി പറയുന്ന ഈ വാക്കൊന്ന് കേട്ടോ. ആര് മന്ത്രിയാകണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? 3 ആഴ്ച മുമ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് UDF ഭൂരിപക്ഷം ലഭിച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? താജ് ഇബ്രാഹിം ആ ക്യാമറ നോക്കി അങ്ങ് പറഞ്ഞു. വ്യക്തിപരമായ എന്റെ ആഗ്രഹം അത് വി ഡി സതീശനാണോ എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോട്ടെ. അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ഇല്ലാതായി പോയ ഒരു കോൺഗ്രസിനെ മുന്നണി നയിച്ചു എന്നതുകൊണ്ടല്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ബൈ ഇലക്ഷനുകൾ തദ്ദേശം ലോക്സഭ വിജയിപ്പിച്ചു എന്നതുകൊണ്ടല്ല. ഇവിടെ വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടച്ച് എതിർക്കുകയാണ്. അതിന് കാരണം രാഷ്ട്രീയമായ കാരണമല്ല. നഗത്തളങ്ങൾ അന്വേഷിച്ച് നന്നായി മനസ്സിലാക്കാം. വി ഡി സതീശനെ ജി സുകുമാരൻ എതിർക്കുകയാണ്. അതും രാഷ്ട്രീയാതീതമായ കാരണങ്ങളാണ് നഗത്തളങ്ങൾ അന്വേഷിച്ച് അറിയാം. വി ഡി സതീശനെ RSSും SDPയും പോലെ 2 വർഗീയ കക്ഷികൾ ഒരുപോലെ എതിർക്കുകയാണ്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ആ നേതാവിന് എന്തോ മെറിറ്റുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ല വീഡിയോയുള്ള സ്നേഹം കൊണ്ടല്ല. RSSും SDPയും ഒരാൾ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അത് പൊളി. അതത്രേ ഉള്ളൂ. ഇവിടെ വി ഡി സതീശൻ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? അപ്പൊ അതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വി ഡി സതീശനല്ല ഇത് ചെയ്തത് എന്ന രീതിയിലേക്ക് പറയുന്നത് വളരെ മോശമാണ്. ഇപ്പൊ NSSന്റെ ഒക്കെ നേതാവാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അതായത് പറഞ്ഞ വാക്ക് കേൾക്കണം. NSSന്റെ നേതാവ് പറഞ്ഞതാണ് വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവരുത്. സീനിയർ ആയിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്, ആളുകളുണ്ടെന്ന് പറയുന്നത്. ഒരു ജാതി സംഘടനയുടെ നേതാവാ പറയുന്നത്. അപ്പൊ അവർക്ക് എത്രത്തോളം വി ഡി സതീശനോട് ദേഷ്യമുണ്ട് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സിനിമയിൽ നിന്ന് സിദ്ദിഖ് പറഞ്ഞൊരു വാക്കുണ്ട്, സിനിമാ നടൻ സിദ്ദിഖ്. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം, ഇല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയാൽ പോലും അത് ശരിയായ നടപടിയാകില്ല. ഒരിക്കലും അത് ചെയ്യരുത്. അതുപോലെ കൈകൂപ്പിയുള്ള അപേക്ഷ, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം. വൈകാരിക പ്രതികരണവുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിനോടകം തന്നെ രംഗത്ത് വന്നുള്ളതാണ്. പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ ഇടയിലുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും വാർത്തയിലൂടെ ഒക്കെ കടന്നു പോകാനുണ്ട്. 46ഓളം MLA വി ഡി സതീശനെതിരെ നിൽക്കുന്നത്. എന്തുവാ നിലപാട് കടുപ്പിക്കുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയായില്ല എങ്കിൽ മറ്റൊരു സ്ഥാനവും തനിക്ക് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്ന വാർത്ത കൂടി വരികയാണ്. സുനിൽ ഐസക്കിലേക്കാണ്. മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ടീം UDF എന്ന ഒരു കൺസെപ്റ്റ്, ഈ 102 എന്ന സംഖ്യയിലേക്കുള്ള UDFനെ കൈപിടിച്ചു കൊണ്ടുവന്ന് നടന്നത്. അതിനൊക്കെ ഒപ്പം ഈ UDFനെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ താൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള തന്റെ ഇടം കാണിച്ച ഒരൊറ്റ നേതാവേ കോൺഗ്രസിലുള്ളൂ, അത് വി ഡി സതീശനാണ്. അതുകൊണ്ട് ആ വി ഡി സതീശന് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഉണ്ടാവണം, അതിന്റെ ഫലം ഉണ്ടാവണം എന്ന നിലപാടിലാണ് വി ഡി സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും. പ്രതിപക്ഷ നേതാവിനല്ലാതെ മറ്റാർക്കാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉള്ളതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാത്ത പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒക്കെ. അങ്ങനെയല്ല. വി ഡി സതീശൻ ഇവിടെ എത്രത്തോളം പ്രവർത്തിച്ചു എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം അദ്ദേഹം കത്തി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുറെ ആളുകളുടെ ഒരു സംശയമാണ്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ
ഇപ്പോ ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള യാത്രയൊക്കെ പറഞ്ഞാൽ അത് ഇല്ലാതാവുമോ എന്നുള്ള ഭയമാണ്. അങ്ങനെയില്ല, അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അതൊരിക്കലും വി ഡി സതീശൻ വന്നില്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്നല്ല, നടപ്പിലാവും. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം അത് കർണാടകയിലൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പിന്നിൽ നിന്ന് ചവിട്ടുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. നമ്മളെല്ലാവരും വി ഡി സതീശന്റെ ആ ഒരു വിഷ്വൽസ്, വി ഡി സതീശന്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതുകൊണ്ടാണ്. വനവാസത്തിന് പോകും, രാഷ്ട്രീയ ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ വിൽ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 12ഓളം അല്ല 12ൽ കൂടുതൽ മന്ത്രിമാര് തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ. അപ്പൊ ഇതിനിടയിൽ ഓൾറെഡി തല്ലി നടക്കുന്നുണ്ട്. സ്റ്റേജിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ എണ്ണം കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്, കേക്ക് മുറിക്കുന്നോട് തടിയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രണയകഥ എന്നൊരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, വാളെടുക്കണം, ആ പാട്ട് കേട്ടില്ലേ? അത് ഏകദേശം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ മുന്നിൽ കോമാളികളാവാതിരിക്കുക, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുക, ഇതൊക്കെ ഇവിടുത്തെ ജനവികാരമാണ്. അത് മനസ്സിലാക്കുക. ജനവികാരം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ സി തോൽക്കും. ഞാൻ കാര്യമായിട്ട് പറയാം, കെ സി അങ്ങ് തോറ്റുപോകും. വലിയ എതിർപ്പുകൾ കോൺഗ്രസിനകത്തുനിന്ന് അണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നത് ഉറപ്പാണ്. കണ്ണൂർ ഇരിട്ടിയിൽ സതീശന് വേണ്ടി പ്രകടനം നടത്താൻ ആഹ്വാനമുണ്ടായിരിക്കുന്നു എന്ന വാർത്ത കൂടി ഈ നിമിഷം വരികയാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരടുവലികൾ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ഇപ്പോൾ വി ഡി സതീശനായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത്. ഇരിട്ടിയിൽ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പ്രകടനത്തിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനമാണ് പ്രചരിക്കുന്നത്. നയിച്ചവനെ നയിക്കാൻ അനുവദിക്കില്ല എങ്കിൽ വീട് കയറി വോട്ട് ചോദിച്ച നമുക്കും ചിലത് ചെയ്യാൻ ഉണ്ട് എന്നാണ് ആ സന്ദേശത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എത്തിയപ്പോൾ വി ഡി സതീശനുള്ള പിന്തുണ സ്വീകരണം അതിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു പൊതുവികാരം എന്നതാണ്. ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ, കമന്റ് ഇട്ടാൽ മതി. വി ഡി സതീശനല്ലേ അതിന് യോഗ്യനായിട്ടുള്ള ഒരാള്? അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചവരല്ലേ നമ്മളെല്ലാവരും? എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോ ഇതിന്റെ പിന്നിൽ വെച്ചിട്ടുള്ള ഒരു ചരടുവലി നടക്കുന്നത്? കെ സി വേണുഗോപാൽ നാടിന് വേണ്ടിയിട്ട് MP ആയി മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ്. ആ MP സ്ഥാനം രാജിവെക്കുമ്പോൾ അവിടെ MP സ്ഥാനത്തേക്ക് അവിടെ ഒരു മത്സരം നടക്കും. ഇപ്പൊ ജനവികാരം കണക്കിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച ഏതൊരു വ്യക്തിക്കും പണി കൊടുക്കാൻ അവിടെയുള്ള ജനങ്ങൾ തീരുമാനിക്കും. അപ്പൊ 2 ഇലക്ഷൻ വരാൻ പോവാണ്. MP സ്ഥാനത്തേക്ക് ഒരു മത്സരം വരും. അതേപോലെ തന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഏതെങ്കിലും ജയിച്ച ഒരു MLA സ്ഥാനം രാജിവെപ്പിച്ച് അവിടെ നിന്ന് മത്സരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ യുക്തിപരമായിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ സതീശനെ തന്നെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധമുള്ളത് എല്ലാവർക്കും നല്ലതാണ്. വിഭിന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം. ഇവിടെ ചെറുപ്പം മുതലേ UDFന്റെ കൊടി പിടിക്കുന്ന ആളുകൾ ഉണ്ടാവും, ലീഗിന്റെ കൊടി പിടിക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് നോക്കും. ഇപ്പൊ ലീഗ് തന്നെ പറയുന്നത് വി ഡി സതീശനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. തമ്മിൽ തല്ലി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ പിണറായി വിജയന്റെ ധാർഷ്ട്യം കാരണമാണ് എല്ലാവരും അദ്ദേഹത്തിനെ താഴെ ഇറക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ അത്യാഗ്രഹം കാരണം താഴെ ഇറക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് മനസ്സിലാക്കാതെ അതൊക്കെ ക്ഷീണമായിരിക്കും പാർട്ടിക്ക്. നിങ്ങൾക്കുള്ള ഇതാണ്, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ആവേശവും വികാരവുമാണ് കെ സി വേണുഗോപാൽ. അത് നിങ്ങൾ അങ്ങനത്തെ ചോദിക്കണം, നമ്മൾ ചോദിക്കണ്ട. നിങ്ങളത് നിങ്ങൾ പറഞ്ഞു വിട്ടവർ ചോദിച്ചാൽ എന്റെ പൊന്നു ബ്രോ, ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ MP സ്ഥാനത്ത് മത്സരിച്ച് MP ആയി നിന്നിരുന്ന കെ സി വേണുഗോപാലിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശനെ കുറിച്ചാണ് ജനങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്, ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ കെ സി വേണുഗോപാൽ എന്താണ് ഏതാണെന്നൊന്നും ഇനി പറയേണ്ടതായിട്ടില്ലല്ലോ. ഇപ്പൊ പിന്നിൽ നിന്നും കുത്താൻ ഒരുപാട് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നുണ്ട്. ഇതൊക്കെ നാണക്കേടാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഓഫീസിൽ നിന്ന് തല്ലുകൂടുന്ന വീഡിയോസ് എങ്കിലും പുറത്തു പോകാതിരിക്കാൻ ശ്രമിക്കുക. 100+ ആണ് UDF. UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോ ഒന്നും കൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. അത് കുറയില്ല, കുറയില്ല, ഉറപ്പായിട്ട് മനസ്സിലായി. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും, 1 ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ചിലപ്പോ ഒന്ന് കൂടി, ചിലപ്പോ ഒന്നും കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലായിടത്തും. ദീർഘവീക്ഷണം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഈ ഒരു കഴിവിനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവാനില്ല. കെ സി വേണുഗോപാൽ MP ആയിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തോറ്റു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? നാണക്കേട് ഉണ്ടാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉള്ളിൽ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്ലോഡ് ചെയ്യും. ബാക്കി വരുന്നിടത്ത് കാണാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.